ഇത് നമ്മൾ വാഗമണ്ണിൽ നിന്നും ഉപ്പുപാറ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ട് ഇപ്പോൾ വാഗമണ്ണിൽ. അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇപ്പുറത്തോട്ടൊരു വഴി പോകുന്ന കാണാം. ഇതാണ് വട്ടപ്പതാൽ പോകുന്ന വഴി കേട്ടോ. ഇവിടുത്തെ റോഡ് ഒരു ഓഫ് റോഡാണ്. ഈ വഴിക്ക് പോയാൽ നമുക്ക് കുറച്ച് നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. വാഗമണ്ണിൻ്റെ വേറൊരു കാഴ്ചകളാണ് നമുക്കിവിടെ കാണുക. വാഗമണ്ണിൽ നിന്ന് വട്ടപ്പതാലിലേക്ക് കയറി വരുന്ന വഴിയാണ് ഇത് കേട്ടോ. കുറച്ച് ഓഫ് റോഡ് തന്നെയാണ് സംഭവം. പോകുന്ന വഴിക്ക് ഇവിടെ നമുക്ക് വാഗമണ്ണിൻ്റെ കുറേ കാഴ്ചകളൊക്കെ കാണാം. അവിടുത്തെ കുറേ റിസോർട്ടുകളും പിന്നെ ആ ലേക്ക് കണ്ടോ. ആ ലേക്കിൽ കുറേ പെഡൽ ബോട്ടുകളൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ടേ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു തേയില ഫാക്ടറി ആയിരുന്നു അത് കേട്ടോ. ഇന്നത് പൊളിഞ്ഞെല്ലാം കിടക്കുകയാണ്. ലേക്കിൻ്റെ കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ലേക്കും വാഗമണ്ണും ഒക്കെ കാണാൻ പറ്റുന്നുണ്ടേ. റിസോർട്ടുകളൊക്കെ ഇനിയിപ്പോൾ ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഇതുപോലെ വഴി സൈഡിൽ ഒരുപാട് കാണാം. നല്ല അടിപൊളി ഗ്യാലറിയൊക്കെ, അതിൻ്റെയൊക്കെ മുകളിൽ നിന്ന് കയറി വന്ന താഴോട്ടുള്ള നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ടോ അടിപൊളി ഗ്യാലറിയൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. വൈകുന്നേരങ്ങളിലൊക്കെ ഇതൊക്കെ ഒരു നല്ല ആസ്വാദനമായിരിക്കും. നമുക്കിനി മുന്നോട്ട് പോകേണ്ട വഴിയുണ്ടോ. കഴിഞ്ഞ ദിവസം ഇവിടെ നല്ല മഴ പെയ്തെന്ന് തോന്നുന്നു കേട്ടോ. വെള്ളമൊക്കെ കെട്ടി കിടക്കുന്നുണ്ടോ. നമ്മുടെ അങ്ങോട്ടാണെങ്കിൽ മഴയില്ല, ഒന്നുമില്ല. അങ്ങനെ നമ്മൾ മുന്നോട്ട് വന്നപ്പോൾ ഇതാ ഇവിടെ ഗത്സമൻ കുരിശുമല എന്ന് പറഞ്ഞൊരു ആശ്രമമൊക്കെ കാണാവേ. ഇതിലെ മുകളിലോട്ട് ഒരു കുരിശുമലയൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് പോകേണ്ടത് ഈ ഇടത്തോട്ട് കിടക്കുന്ന വഴിക്കാണ്. ആ വലത്തോട്ട് കിടക്കുന്ന വഴിയാണ് കുരിശുമലയ്ക്ക് കയറി പോകുന്നത്. ഇതെന്ത് ചെടിയാണ് നിങ്ങൾക്കറിയാവോ? പക്ഷെ വളരെ ഭംഗിയാണ് ഇത് കാണാനേ. ഇവിടെ നിന്ന് നമുക്ക് അപ്പുറത്തെ സൈഡിലുള്ള ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പാറക്കെട്ട് ഭാഗവും പുതുലയും ഭാഗങ്ങളൊക്കെയാണ് ആ കാണുന്നത്. അതിലായിരുന്നു നമ്മളെ ഉപ്പുപാറ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നതേ. പിന്നെ ഇവിടെ ഒരുപാട് തേയിലച്ചെടികളുണ്ട്. അത്ര പുഷ്ടിയല്ലാത്തതാണ്. പിന്നെ മഴയുടെ കുറവുകൊണ്ടൊക്കെ ആയിരിക്കും അതിന് വലിയൊരു പുഷ്ടിയൊന്നും കാണാത്തത്. ഇവിടുത്തെ വഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം കേട്ടോ. ഒരുപാട് റിസോർട്ടുകളൊക്കെ ഈ പോകുന്ന വഴിക്കുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ടോ ഈ വഴിയൊന്നും നന്നാക്കിയിട്ടില്ല. ഇത് ഈ തോട്ടത്തിനുള്ളിൽ കൂടെ കിടക്കുന്നതുകൊണ്ടായിരിക്കും. ഇവിടെ മുകളിൽ നല്ലൊരു ഫാം കാണാം. തേയിലയും ഏലവും ഒക്കെ നിൽക്കുന്ന കാണാം. ഇതിൻ്റെ മുകളിലൊരു റിസോർട്ടും കാണും. ഒരു ഫാം സ്റ്റേ ആണ് കേട്ടോ. വളരെ മനോഹരമായി നല്ല പച്ചപ്പോട് കൂടി നിൽക്കുന്നുണ്ട്. ഇവിടെയും നമുക്കൊരു പൈൻമരമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതാരോ ഉപേക്ഷിച്ചിട്ട് പോയെന്ന് തോന്നുന്നു. ഒരെണ്ണം മാത്രമായിട്ട് ഇവിടെ നിൽക്കുന്നത്. നമ്മൾ അപ്പുറത്തോടെ കണ്ട വഴി എവിടെയാണ് ചെന്ന് നിൽക്കുന്നതെന്ന് നോക്കിയേ. അവിടെ കണ്ടോ റിസോർട്ടുകൾ. അങ്ങോട്ടുള്ള വഴിയായിരുന്നു കേട്ടോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനങ്ങനെ നമ്മുടെ ഈ യാത്രയിൽ ഇടയ്ക്കൊന്ന് കയറി കേട്ടോ. നിങ്ങളെ ഒന്ന് ശല്യപ്പെടുത്തിയേക്കാമെന്ന് വിചാരിച്ച്. നമ്മളിപ്പോൾ വാഗമണ്ണിനടുത്തുള്ള വട്ടപ്പതാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടെ കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ഒത്തിരി വലിയ കാഴ്ചകളൊന്നും ഇല്ലെങ്കിലും ഈ വട്ടപ്പതാൽ എന്ന് പറഞ്ഞ ഒരു ഉൾപ്രദേശമാണ്. വാഗമണ്ണിൽ നിന്നും ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ഉള്ളിലേക്കുള്ളൊരു സ്ഥലമാണ്. അവിടുത്തെ കുറേ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം. ഇങ്ങോട്ട് വരുന്ന വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ വാഗമണ്ണിൽ നിന്ന് ഉപ്പുപാറ വളകോട് വഴി വരുമല്ലേ, ആ വഴിക്ക് കുറച്ചിങ്ങ് വന്നു കഴിയുമ്പം പാറക്കെട്ട് ജംഗ്ഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് വലത്തേക്കൊരു ഓഫ് റോഡ് കയറി പോകുന്നുണ്ട്. ആ ലേക്കിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ ആ വഴിയിലാണ് കയറി വരുമ്പോഴാണ് ഇങ്ങോട്ട് നമുക്ക് വരാൻ പറ്റുക. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി അവിടുത്തെ കാഴ്ചകൾ എന്താണെന്നുള്ളത് ഒന്ന് കണ്ടുവരാം. ആ റിസോർട്ട് ഇരിക്കുന്നതുണ്ടോ, ആ ഒരു മലയടിവാരത്തിൻ്റെ ഇടയ്ക്കായിട്ടാണ് അല്ലേ. വളരെ ഭംഗിയല്ലേ അത് കാണാൻ. ഇവിടെയും കുറേ തേയിലച്ചെടികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മല കണ്ടോ, ഇങ്ങനെ വന്നിട്ട് ഇടുങ്ങിയിട്ട് ഒരു പ്രത്യേക രീതിയിലാണുള്ളത്. അതിനനുസരിച്ചാണ് അവർ ആ കൃഷി ചെയ്തിരിക്കുന്നത്. വീണ്ടും നമുക്ക് ആ പാറക്കെട്ടിൻ്റെ ഭാഗങ്ങളും പുതുലയും ഭാഗങ്ങളൊക്കെ അക്കരെയായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്. ഉച്ചകഴിഞ്ഞ് മഴയുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നല്ല ചീവീടിൻ്റെ സൗണ്ട് കേൾക്കാം. ഇവിടുന്ന് ഇടത്തോട്ടൊരു വഴി കാണാം. അത് ആ തേയില എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്നൊരു വഴിയാണ് കേട്ടോ. അവിടെ നമുക്ക് കുറച്ച് നല്ല പുഷ്ടിയുള്ള കുറച്ച് തേയിലച്ചെടികളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ കൊളുന്നെടുക്കുന്നുണ്ട് കുറച്ച് ചേച്ചിമാർ. അക്കരെ നമുക്കൊരു ലൈൻസൊക്കെ കാണാം കേട്ടോ. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. നല്ല കൈതയൊക്കെ നിൽക്കുന്നുണ്ടോ, കാട്ടുകൈതയാണ്.
ഇവിടെ നമുക്ക് കുറച്ച് വീടുകളൊക്കെ കാണാം. വീടുകളൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള, ഇപ്പോൾ ഒക്കെ പുതുക്കി പണിതേക്കുന്ന കേട്ടോ. ഈ തേയിലത്തോട്ടം സംബന്ധമായ ജോലിക്കൊക്കെ വന്ന ആൾക്കാരാണ് ലൈൻസിലൊക്കെ ആദ്യം താമസിച്ച് പിന്നീട് അവർ പുറത്തോട്ട് മാറി സ്ഥലമൊക്കെ മേടിച്ച് വീടൊക്കെ വെച്ച് താമസിക്കുന്നതാണ്. ഈ വീടിൻ്റെ കരച്ചിൽ അതിരൂക്ഷമാകുന്നുണ്ട്. മഴ പെട്ടെന്ന് പെയ്യുമോ? ഇവിടെ കുറേ പനിനീർച്ചാമ്പ് ഇങ്ങനെ നിൽക്കുന്ന കാണാം കേട്ടോ. ഒറ്റയിലൊന്നും കായില്ല. ഇതൊക്കെ ഒരുപാട് ചെറുപ്പത്തിലൊക്കെ പറിച്ച് തിന്നിട്ടുണ്ട്. കായൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അതോ കാ സീസൺ കഴിഞ്ഞതാണോ എന്നറിയില്ല. ഇനിയും നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. മുന്നോട്ട് വഴി ഭയങ്കര ദുർഘടമായിട്ടാണ് കാണുന്നത്. അവിടെയൊക്കെ കണ്ടോ, പക്ക ഓഫ് റോഡാണ്. അതിനിടയ്ക്ക് ചെറിയൊരു തേയിലത്തോട്ടം കാണാം, അക്കരെ കൂടിയ തേയിലത്തോട്ടം കാണാം. അങ്ങ് മുകളിലൊക്കെ വീടിരിക്കുന്നുണ്ടോ. ഇവിടെ നല്ല പാറക്കെട്ട് പിടിച്ച സ്ഥലമുണ്ട്. ഇവിടെയൊക്കെ വെള്ളത്തിന് നല്ല ക്ഷാമമാണ്. മഴയത്ത് ഇതിലേക്ക് നല്ലപോലെ വെള്ളം കുത്തി ഒലിച്ച് വരുന്നൊരു ഭാഗമാണ്. ഇതുണ്ടോ, അങ്ങനെ വന്നിട്ടാണ് ഈ റോഡൊക്കെ ഇവിടെ പോയിരിക്കുന്നത്. കോൺക്രീറ്റ് ചെയ്തിട്ട് പോലും അത് പൊളിച്ചോണ്ട് പോയി. അങ്ങനെ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറേ കോട്ടേജുകൾ പണിയുണ്ടേ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതുണ്ടോ, താഴെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുക. നിറച്ചും കോട്ടേജുകൾ. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ഒരുപാട് കോട്ടേജുകളായി. അവിടെ ഡോം സ്റ്റേ വരെ പണിയുന്നുണ്ട് അവർ. ഇതുണ്ട്, നമ്മുടെ കൊച്ചു വാഗമണിൽ ഇത്രയും നിലയുള്ള കെട്ടിടങ്ങൾ വരെ ഈ വട്ടപ്പതാലിലൊക്കെ പണിയുന്നുണ്ട് കേട്ടോ. ഇതൊരു റിസോർട്ടാണ്. 5 സ്റ്റാറോ 3 സ്റ്റാറോ ഒക്കെ ആയിരിക്കും മിക്കവാറും. ഇവിടുത്തെ ഒരു കാഴ്ച ഉണ്ടോ, എന്താ ഭംഗിന്ന് നോക്കി. ഇവിടെയൊക്കെ ഇതൊരു വലിയ റിസോർട്ടിലോട്ട് കയറി പോകുന്ന വഴി കേട്ടോ. ഇതിലെ ഇങ്ങനെ ഇവിടെ നടന്നു പോയി ഇവിടെ കാണാൻ എന്തൊരു ഭംഗിയാന്ന് നോക്കി. അതുപോലെ താഴോട്ട് നല്ല തേലിച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. നോക്ക്, വാഗമണിൽ ഇങ്ങനെ സ്ഥലങ്ങളുണ്ടല്ലോ അല്ലേ. ഇത് മോണ്ടിക്കൽ ക്ലാംസ് എന്ന് പറഞ്ഞിട്ട് റിസോർട്ടാണ് കേട്ടോ. ഇതിൻ്റെ പണിയൊക്കെ തീർന്ന് ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് വർക്കൊന്നും കിട്ടാൻ ചാൻസ് ഇല്ലാന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച അത് ഒരു രക്ഷയില്ലാത്തതാണ് കേട്ടോ. ഇത് കണ്ടോ, രാവിലെയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി നോക്കണം. അക്കരെ എല്ലാ റിസോർട്ടുകളും പണിതുകൊണ്ടിരിക്കുന്നുണ്ടേ. എന്നാ ഭംഗിയാന്ന് നോക്കി, അടിപൊളി കാഴ്ച. ഇതാ ഇവിടെ നല്ല ഡോം സ്റ്റേ ഒക്കെ കാണാം കേട്ടോ. ഒരു പ്രത്യേക വൈബാണേ. ഇവിടെ ഇരുന്നും കാണാം ഇവിടുത്തെ കാഴ്ചകളല്ലേ. ഈ താഴ്വാര കാഴ്ച ഒരു രക്ഷയില്ല കേട്ടോ. നോക്കിയേ, എന്നാ അടാറാന്ന് കണ്ടോ. ഇവിടെ ഒരു ഡോം സ്റ്റേ കാണാം കേട്ടോ. ഇതിനുള്ളിൽ കുറേ എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനത്തെ. മുന്നോട്ട് ചെല്ലുമ്പോൾ അവിടെ റിസോർട്ടുകളാണ്. ഈ വഴിക്ക് അതേ ഉള്ളൂ കേട്ടോ, റിസോർട്ടുകളാണ് ഈ വഴിക്ക് കൂടുതലും. ഇപ്പം വട്ടപ്പതാൽ പഴയ വട്ടപ്പതാലല്ല, അതും റിസോർട്ടുകളാണ് കേട്ടോ. ഇവിടെ കണ്ടോ, താഴോട്ടൊരു കാഴ്ച നമുക്കൊന്ന് കണ്ടാലും. നല്ല കാറ്റുണ്ടേ, നല്ല ഇളം കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുക. വാഗമണിലെ മൊട്ടക്കുന്നുകളൊക്കെ ഇവിടുന്നൊക്കെ എന്നെ കാഴ്ചയൊക്കെ രാവിലെയൊക്കെയാണ് ഇത് കാണണ്ട കേട്ടോ. ഒരു രക്ഷയില്ല. നമുക്കൊരു ദിവസം രാവിലെ ഇവിടെ നിന്ന് വരണം. അപ്പം മഞ്ഞിങ്ങനെ ഇറങ്ങി കിടക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കുമേ. പ്രകൃതി സുന്ദരമായ കാഴ്ചകൾ കാണാൻ ഇപ്പോൾ മൂന്നാറിനെക്കാട്ടിൽ കൂടുതൽ നമ്മുടെ വാഗമണിലാണുള്ളത് കേട്ടോ. ക്ലാംബിക്കൽ ഡോം സ്റ്റേ ആണ് ഇത് കേട്ടോ. അത് കുറേ എണ്ണം ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു. ഇതിലേ ഒന്ന് പോയി നോക്കാം. ഇവിടെ നിന്നും നല്ല കാഴ്ചകളല്ലേ അങ്ങോട്ട്. അതെ, അതുകൊണ്ട് അവിടെ കണ്ടോ റിസോർട്ട്. എന്ത് ഭംഗിയാന്ന് നോക്കി. വാഗമണിലെ ഡോം സ്റ്റേ അതിൽ സോളാറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കൊള്ളാലോ, അടിപൊളിയല്ലേ. ഇതിനുള്ളിലൊക്കെ ഒരു ദിവസം ഒന്ന് കയറി എടുക്കണം. ഈ അവധി ദിവസങ്ങളിൽ പറ്റില്ല. അവധി ദിവസം വിഷു എല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം നമുക്ക് ഇവിടെ ഒന്ന് ചോദിച്ചിട്ട് അവിടെ കയറിയെടുക്കാം. നിങ്ങൾ ഈ വാഗമണിലേക്ക് കാഴ്ചകൾ കാണാൻ വന്നാൽ ഈ വട്ടപ്പതാലിൽ വരാതെ ഒരിക്കലും പോകരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പുറകിലായിട്ട് നിങ്ങൾ കാണുന്നുണ്ട് ഈ താഴ്വാര കാഴ്ചകളും
ഇവിടെ കുറേ റിസോർട്ടുകളും എല്ലാം വളരെ മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. വാഗമണ്ണിൽ ഈ ഭാഗത്തേക്കൊക്കെ വരാതെ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഈ കാഴ്ചകൾ കാണാതെ പോയത്. ഞാൻ ഈ വട്ടപ്പതാൽ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ അതിൻ്റെ അങ്ങേ സൈഡിലൊക്കെയാണ് വന്നിട്ടുള്ളത്, ഇങ്ങോട്ട് അധികം കയറി വന്നിട്ടില്ല. മാത്രമല്ല ഈ റിസോർട്ടുകൾ ഈ ഭാഗമൊക്കെ ഇപ്പോഴാണ് കുറേ ഓപ്പണായത്. നേരത്തെ ഭയങ്കര മോശമായ ഒരു വഴിയൊക്കെ ആയിരുന്നു ഇവിടെയൊക്കെ. ഇപ്പോൾ ഏതായാലും ഇതൊരു ടാറിങ്ങും കൂടെ ഒക്കെ ചെയ്യുവാണെങ്കിൽ വളരെ മനോഹരമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലെ കാഴ്ചകളൊന്ന് പോയി കണ്ടുവരാം. ഇനി മുകളിലേക്ക് കുറച്ച് കോൺക്രീറ്റ് വഴിയൊക്കെയാണ് കേട്ടോ. ഇവിടുത്തെ സാധാരണക്കാരൊക്കെ താമസിക്കുന്ന വീടുകളാണ് ഇതൊക്കെ. അപ്പം നമ്മൾ ഏകദേശം വട്ടപ്പതാലിലേക്ക് എത്തിക്കഴിഞ്ഞു കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് മനോഹരമായ ഒത്തിരി വീടുകളുണ്ട് ഈ വഴി സൈഡിലൊക്കെ. അവിടെ കണ്ടോ, അതെനിക്ക് തോന്നുന്നു ഹോം സ്റ്റേ ആണെന്നാണ് തോന്നുന്നത്. അതിനോട് ചേർന്ന് മനോഹരമായൊരു തേയിലത്തോട്ടമുണ്ട് ഈ വഴി സൈഡിൽ. ഇവിടെ കണ്ടോ ഒരുപാട് പ്ലാവ് നിൽക്കുന്നുണ്ടോ. പക്ഷെ ചക്ക ഒരു പ്ലാവിൽ നമ്മൾ കണ്ടില്ല. അപ്പുറത്തുണ്ടോ? അവിടെയില്ല. ഇതിലെ ഇനി നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോകണം. മഴ പെയ്യുമോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെ നമ്മളിതാ വട്ടപ്പതാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ. ഇത് ചെറിയ സിറ്റിയാണ്, നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. വട്ടപ്പതാൽ സിറ്റി കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഉച്ച സമയമായതുകൊണ്ട് ഇപ്പോൾ കുറച്ച് കടകളൊക്കെ അടച്ചിട്ടിരിക്കുവാണ്. ഇതിൻ്റെ അപ്പുറത്തോട്ട് എന്ത് കാഴ്ചയുണ്ടോ നമുക്ക് നോക്കാം. ഇതൊരു കടയാണ്. ഇവിടുന്ന് മുകളിലോട്ട് ഒരു വഴി പോകുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇതാ താഴോട്ടൊരു വഴി പോകുന്നുണ്ട്. ഏത് വഴിക്കാണ് പോകണ്ടേ? അപ്പോൾ നമ്മൾ ഈ വഴിക്ക് വന്നപ്പോൾ കാണുന്ന കാഴ്ചകളുണ്ടോ, തേയിലച്ചെടികളുടെ ഒരു മാസ്മരിക ലോകം എന്നൊക്കെ പറയാം. അങ്ങ് അകലെ ഒരു റിസോർട്ടൊക്കെ കാണാം. ഇതാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്ന വഴി കേട്ടോ. ഇവിടെ കൂടുതൽ ഓഫ് റോഡ് തന്നെയായിരുന്നു നമ്മൾ വന്ന വഴിക്ക്. ഇവിടെ താഴെയൊക്കെ ചെറിയ ചെറിയ കൃഷിയിടങ്ങളാണ് കേട്ടോ. ആ വഴി മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇവിടുന്ന് ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് പോക്ക് പാടാം കേട്ടോ. ഭയങ്കര മോശം റോഡാണ്. ഇനിയിപ്പോൾ തിരിച്ചു പോവാം.